السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، واشهد ان لا اله الا الله وحده لا شريك له، واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين يتخذون الكافرين أولياء من دون المؤمنين أيبتغون عندهم العزة فإن العزة لله جميعا. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ മുഴുവൻ പാപങ്ങളും പുറത്തു നൽകിയിരിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ബഹുമാനം, ആദരവ്, അന്തസ്സ് ഇതെല്ലാം മനുഷ്യൻ പ്രകൃതിയാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. തന്നെ ബഹുമാനിക്കപ്പെടണം, തന്നെ ആദരിക്കപ്പെടണം, തനിക്ക് അന്തസ്സ് ഉണ്ടാകണം, ഇസ്സത്തും ഇക്റാമും ലഭിക്കണം. ഇതെല്ലാം എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതിനുവേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ചെയ്യും. സത്യത്തിൽ ഇന്ന് അധിക പേരും നല്ല വസ്ത്രം ധരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ ഒരു അന്തസ്സ് ഉള്ളവരാകാൻ വേണ്ടിയാണ്. നല്ല വീടുണ്ടാക്കുന്നത് ജനങ്ങൾക്കിടയിൽ അന്തസ്സ് ലഭിക്കാൻ വേണ്ടിയാണ്. നല്ല ഉയർന്ന തരം വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് ജനങ്ങൾക്കിടയിൽ അന്തസ്സ് ലഭിക്കാൻ വേണ്ടിയാണ്. വിദ്യാഭ്യാസത്തിൽ വലിയ വലിയ ഡിഗ്രികൾ നേടുന്നത് ജനങ്ങൾക്കിടയിൽ അന്തസ്സ് ഉണ്ടാകാൻ വേണ്ടിയാണ്. എൻ്റെ ശരീരത്തെ ഭംഗിയാക്കി കൊണ്ട് നടക്കുന്നതും ജനങ്ങൾക്കിടയിൽ അന്തസ്സ് ഉണ്ടാകാൻ വേണ്ടി. എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ അന്തസ്സ് ഈ ബാഹ്യമായ അവസ്ഥകളൊന്നും പരിഗണിച്ചുകൊണ്ട്, ഈ മനുഷ്യൻ ലഭിക്കുന്ന അന്തസ്സ്, ഇസ്സത്ത്, അത് ബാഹ്യമായ ഒരവസ്ഥയെ പരിഗണിച്ചുകൊണ്ടല്ല, ബാഹ്യമായ അവസ്ഥകളുമായിട്ട് ബന്ധവുമില്ല. മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമ്മളുണ്ടാകുന്ന ബഹുമാനം, ഒരു ആദരവ്, ഒരു സ്നേഹം, ഇതെല്ലാം അള്ളാഹു ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇടുന്നതാണ്. ഹൃദയം എന്നാൽ, ഓരോ മനുഷ്യന്റെ ഹൃദയം എന്നാൽ ഒരു പാത്രമാണ്. ആ പാത്രത്തിൽ എന്തെങ്കിലും പ്രവേശിക്കണമെങ്കിൽ ആ ഹൃദയത്തിന്റെ ഉടമസ്ഥനായ അള്ളാഹു അറിയണം. അവനാണ് അതിന്റെ ഉടമസ്ഥൻ. ഇന്ന ഖുലൂബനാ വനവാസിയനാ വജവാരിഹനാ ബിയദിക ലം തുമല്ലിക്നാ മിൻഹാ ശൈആ. ഹൃദയത്തിന്റെ രാജാവ്, ഹൃദയത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. മറ്റുള്ള മനുഷ്യരുടെ ഹൃദയത്തിൽ നമ്മോട് സ്നേഹവും ബഹുമാനവും ആദരവും ഇസ്സത്തും എല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇസ്സത്ത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയുള്ളൂ. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ അയബ്തഗൂന ഇൻദഹുൽ ഇസ്സ ഫഇന്നൽ ഇസ്സത ലില്ലാഹി ജമീഅ ഖുലില്ലാഹുമ്മ മാലികൽ മുൽക് തു'തിൽ മുൽക മൻ തശാ وتنزع الملك ممن تشاء وتعز من تشاء. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും
അന്തസ്സിന് വേണ്ടി ബാഹ്യമായ വസ്തുക്കളുടെ പുറകിൽ ഓടുന്ന മനുഷ്യർ അല്ലാഹു ഉണർത്തുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ അന്തസ് അത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എന്നിലേക്കാണ് തിരിയുക. എല്ലാ ഇസ്സത്തിന്റെയും ഉടമസ്ഥൻ അല്ലാഹു. അവരാണ് മനുഷ്യർക്ക് അന്തസ് നൽകുന്നത്. ബാക്കി നാം കാണുന്ന വസ്തുക്കളുടെ പേരിൽ അല്ലെങ്കിൽ ബാഹ്യമായ എന്തെങ്കിലും ഏർപ്പാടിന്റെ പേരിൽ ഉണ്ടാകുന്ന അന്തസ് താൽക്കാലികമാണ്, അത് വ്യാജമാണ്, അത് വെറും കോലങ്ങൾ സൂറത്ത് മാത്രമാണ്. യഥാർത്ഥ അന്തസ് നിലനിൽക്കുന്ന ബാക്കിയാവുന്ന ആദരവും ബഹുമാനവുമെല്ലാം അല്ലാഹുവിൽ നിന്നാണ്. ചരിത്രം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ അടിമകളായിരുന്നു, പക്ഷേ രാജാക്കന്മാരെക്കാൾ അന്തസ്സുള്ളവരായി ദുനിയാവിൽ ജീവിച്ചു. അല്ലാഹു അന്തസ് നൽകിയതിന്റെ പേരിൽ എത്രയോ കുടിൽ കിടന്ന പട്ടിണി പാവങ്ങൾ അല്ലാഹു അവർക്ക് അന്തസ് നൽകിയപ്പോൾ അവർ വലിയ വലിയ രാജാക്കന്മാരെക്കാൾ അന്തസ്സായി ദുനിയാവിൽ ജീവിച്ചു. എത്രയോ രൂപങ്ങൾ ശരീരത്തിൽ സൗന്ദര്യമില്ലാത്ത വിരൂപരായ വൈകല്യമുള്ളവർ, പക്ഷെ അല്ലാഹു അവർക്ക് എല്ലാ വൈകല്യമുള്ളതോടൊപ്പം അന്തസ് നൽകിയപ്പോൾ അവർ സൗന്ദര്യമുള്ളവരെക്കാൾ അന്തസ്സോടെ ദുനിയാവിൽ ജീവിച്ചു. വലിയ വലിയ വാഹനങ്ങളില്ലാതെ ജീവിതം കഴിച്ചുകൂട്ടിയവർ അല്ലാഹു അവർക്ക് അന്തസ് നൽകിയപ്പോൾ ഒന്നുമില്ലാതെ വലിയ ഇസ്സത്തോടെ ജീവിച്ചു. അല്ലാഹു ഒരാൾക്ക് അന്തസ് നൽകിയാൽ അവൻ അടിമയായ അവസ്ഥയിൽ, അവൻ വിരൂപനായ അവസ്ഥയിൽ, അവൻ വെറും താഴ്ന്ന അവസ്ഥയിൽ ജീവിക്കുമ്പോൾ അല്ലാഹു അതെല്ലാം എല്ലാ ന്യൂനതയും കുറവും ഉള്ള അവസ്ഥയിൽ അല്ലാഹു ലോകത്തവനാണ്, ഇസ്സത്തുള്ളവനാണ്, അല്ലാഹു അത് സാധിക്കുന്നവനാണ്. നാം പുറകിലേക്കൊന്ന് ചരിത്രമൊന്ന് പരിധിയാൽ എത്രയോ ഇങ്ങനത്തെ മനുഷ്യരെ കാണാം. അടിമകളായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു കഴിവുമില്ലാത്തവരായിരുന്നു, വിരൂപരായിരുന്നു. പക്ഷെ അവരുടെ ജീവിച്ച കാലഘട്ടത്തിലും വലിയ ഇസ്സത്തിൽ ഉടമകളായി ഇന്നും ലോകത്ത് അവർ അന്തസ്സോടെ അവരുടെ കാലശേഷവും അന്തസ്സോടെ അവർ സ്മരിക്കപ്പെടുകയും എത്രയോ മനുഷ്യരെ കാണാം. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മളെല്ലാവരും കേൾക്കുന്ന വളരെ അറിയപ്പെടുന്ന ചരിത്രത്തോടെ സത്യത്തിൽ ആരാണ് ലുഖ്മാൻ അലൈഹിസ്സലാം? അദ്ദേഹം ഒരു അടിമയായിരുന്നു, ഒരു കറുത്ത വിരൂപനായിരുന്നു, ഒരു ഹബ്ശിയായിരുന്നു, മൂക്ക് ചപ്പിയ വിരൂപനായിരുന്നു, പൊക്കം കുറഞ്ഞ വ്യക്തിയായിരുന്നു, ചുണ്ട് തടിച്ച അഭംഗിയുള്ള വ്യക്തിയുടെ ഉടമയായിരുന്നു. ഇങ്ങനെ പല വൈകല്യങ്ങൾ നിറഞ്ഞ കറുത്ത അടിമയായ ഒന്നുമില്ലാത്ത അബൂ ദർദാ റളിയല്ലാഹു അൻഹു ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു ഹസബോ ഒരു മാലോ ജമാലോ ഒന്നുമില്ലാത്ത, ഒരു നിരപ്പും ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ സ്ഥാനം, മഹത്വം, ഇസ്സത്ത് എത്രയാണ്. ഇന്നും പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുൽ ലുഖ്മാൻ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ അങ്ങനെ തന്നെ അല്ലാഹു തആല ഖുർആൻ ഉദ്ധരിച്ചു. അദ്ദേഹത്തിന്റെ പേരിൽ അല്ലാഹു ഖുർആൻ എടുത്തു പറഞ്ഞു. ദിവസേന അദ്ദേഹത്തെ സ്മരിക്കപ്പെടാതെ സൂര്യൻ അസ്തമിക്കുകയില്ല. അദ്ദേഹത്തെ സ്മരിക്കാതെ ഒരിക്കലും ഒരു ദിവസം പോലും സൂര്യൻ അസ്തമിക്കുകയില്ല. രാജാക്കന്മാരും വലിയ കോടികളുടെ ഉടമകളും അടിമയായ വിരൂപനായ ഇദ്ദേഹത്തിന്റെ പേര് അവരുടെ നാവ് കൊണ്ട് അല്ലാഹു പറയിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്സത്ത്. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ഒരാളെ കുറിച്ച് വാക്കെങ്കിലും പറഞ്ഞാൽ മറ്റുള്ളവർ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയേക്കാൾ അന്തസ്സുള്ളത്. അങ്ങനെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വിശാലമായ ആയത്തുകൾ സത്യത്തിൽ അദ്ദേഹം ആരായിരുന്നു? കറുത്ത മനുഷ്യൻ. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആലയുടെ അടുക്കൽ ഒരു കറുത്ത മനുഷ്യൻ വന്നു, ഒരു കാര്യം മസ്അല ചോദിക്കാൻ വേണ്ടി. അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, നീ നിന്റെ കറുപ്പിന്റെ പേരിൽ നീ തന്നെ കുറിച്ച് നീ വിഷമിക്കേണ്ടതില്ല. നീ കറുത്തവനായി പോയി എന്നതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല. കാരണം മനുഷ്യരിൽ ഖൈറായവർ അവർ 3 പേർ കടന്നു പോയിട്ടുണ്ട്. അവർ 3 പേരും കറുത്തവരായിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞു ലുഖ്മാൻ അലൈഹിസ്സലാം, അദ്ദേഹം കറുത്ത മനുഷ്യനായിരുന്നു. ബിലാൽ, അദ്ദേഹം കറുത്ത വ്യക്തിയായിരുന്നു. മൗല ഉമറിന്റെ അടിമയായ ഒരു വ്യക്തി, അദ്ദേഹം കറുത്തവനായിരുന്നു. എല്ലാ വൈകല്യങ്ങളും കുറവും ഉള്ളതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ആട് മേടിച്ച് നടന്നൊരു മനുഷ്യൻ ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം എടുക്കുന്നത് പറഞ്ഞു, ലുഖ്മാൻ
നീ എന്റെ ഇന്ന മലഞ്ചെരുവിൽ എന്റെ കൂട്ടത്തിൽ ആട് വെച്ച് നടന്ന മനുഷ്യൻ ആട്ടിടയനായിരുന്നില്ലേ? നീ എങ്ങനെയാണ് ഇത്രയും വലിയ സ്ഥാനത്തിൽ ഉടമയായി? നിന്റെ കൂട്ടത്തിൽ ജനങ്ങളിലെ കൂടിയിരിക്കുന്നത്, നിന്നെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത് വിരൂപനായ അടിമയായിരുന്ന പൊക്കം കുറഞ്ഞ ഈ വൈകല്യങ്ങളെല്ലാം ഉള്ള നിന്നെ ജനങ്ങൾ ഇത്രമാത്രം ബഹുമാനിക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല അദ്ദേഹം ഇസ്സത്ത്. ഇങ്ങനെ ഓരോ മനുഷ്യനും എത്രയോ മനുഷ്യർ അതാ റഹിമഹുല്ലാഹ് മഹാനാണ്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം എഴുതിയിട്ടുണ്ട്. 6 വൈകല്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 6 വൈകല്യങ്ങളുണ്ടായിരുന്നു. അന്ധനായ മനുഷ്യനായിരുന്നു, മുടന്തുള്ള മനുഷ്യനായിരുന്നു, കറുത്ത വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന്റെ കണ്ണ് വളരെ ചെറുതായിരുന്നു, മൂക്ക് ചപ്പിയ വ്യക്തിയായിരുന്നു. ഇങ്ങനെ 6 ചില്ലാനും വൈകല്യമുള്ള ഒരു വ്യക്തി അതാ റഹിമഹുല്ലാഹ്. ഈ വൈകല്യങ്ങളെല്ലാം ഉള്ളതോടൊപ്പം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനവും ബഹുമാനവും എത്രയായിരുന്നു. സുലൈമാൻ അബ്ദുൽ മലിക് ആ കാലഘട്ടത്തിലെ രാജാവാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹം ഹജ്ജിനു വേണ്ടി പ്രസിദ്ധമായ മക്കയിൽ വന്നപ്പോൾ ഹജ്ജിന്റെ മസല അന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹമാണ്, അതാ റഹിമഹുല്ലാഹ്. മസല ചോദിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കാണുന്നത് ഒരാൾ നമസ്കരിക്കുന്നു, ഒരു കറുത്ത പക്കം കുറഞ്ഞ മനുഷ്യൻ. ജനങ്ങൾ അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി കഴിഞ്ഞപ്പോൾ ജനങ്ങൾ വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ മനുഷ്യന്റെ അടുത്തേക്ക് അടുക്കുന്നു, ഈ കാര്യങ്ങൾ ചോദിക്കുന്നു, വളരെ ആദരിക്കുന്നു. സുലൈമാൻ അബ്ദുൽ മലിക് രാജാവായ അദ്ദേഹം ഈ ജനങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഹജ്ജിന്റെ മസലകൾ ചോദിച്ചു. ഇത് മനസ്സിലാക്കി തന്റെ കൂട്ടത്തിലുണ്ടായ അതിന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ നിങ്ങൾ ദീൻ പഠിക്കും. നിങ്ങൾ കാണുന്നില്ലേ രാജാവായ നമ്മൾ ഈ അടിമയുടെ മുന്നിൽ, ഈ കറുത്ത മനുഷ്യന് മുന്നിൽ എത്ര നിന്ദ്യരായി. ഈ അടിമയായിരുന്ന വിരൂപനായ ഈ കറുത്ത മനുഷ്യൻ എത്ര ഇസ്സത്തോടെ ജീവിക്കുന്നു. അതുകൊണ്ട് ദീനിനെ ഇൽമിനെ പഠിക്കും എന്ന് മക്കളുടെ രാജാവ് ഉപദേശിക്കുന്നു. ഇവരെ അല്ലാഹുവാണ് ഒരു മനുഷ്യന് ഇസ്സത്ത് നൽകുന്നത്. അത് ഭാഗ്യമായ ഒരു അവസ്ഥയും പരിഗണിച്ചുകൊണ്ടല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത്, കുന്തു ഗുലാമൻ ലിഉഖബത്ത് ബിൻ അബി ഉത്ബ, ഞാൻ ഉഖബയുടെ അടിമയായിരുന്നു, ജോലിക്കാരനായിരുന്നു. വളരെ മെലിഞ്ഞ, കാണാൻ ഭംഗിയില്ല, വളരെ മെലിഞ്ഞ ശരീരത്തിന്റെ ഉടമയായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത ബഹുമാനം അദ്ദേഹം തന്നെ പറയുന്നത്. അദ്ദേഹം ഒരിക്കൽ നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പുറകിൽ ജനങ്ങൾ ബഹുമാനത്തിൽ ആദരവിൽ അദ്ദേഹത്തിന്റെ പുറകിൽ നടക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്റെ പുറകിൽ എന്തിനാണ് നടക്കുന്നത്? അദ്ദേഹം ചോദിക്കാനും ചെയ്തു. ഇല്ലെങ്കിൽ ഞാൻ നടക്കല്ലേ, അത് മുമ്പിൽ നടക്കുന്ന വ്യക്തിയെ ഫിത്നയിലാണ്. ജനങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിച്ച് പുറകിൽ നടക്കുന്ന അവസ്ഥയിൽ ഒരു സമ്പത്തുമില്ല, ഒരു കുടുംബ മഹിമയും ഇല്ലാതെ ജനങ്ങൾ ബഹുമാനിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം. അടിമകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന അടിമ അടിമയാണ്. അടിമ വിഭാഗത്തിൽ തന്നെ ഏറ്റവും താഴ്ന്ന അടിമ. ആട്ടിൻ കൂട്ടത്തിൽ ജീവിച്ചിരുന്നു. ആടിനെ മേച്ച് അതിന്റെ കൂടെ ഭക്ഷണം കഴിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങി. അന്നെങ്ങാനും അദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ ആടിനെ കുഴിച്ചിടുന്ന പോലെ അവിടെ അദ്ദേഹത്തെ കുഴിച്ചിടുമായിരുന്നു. എത്ര വലിയ സ്ഥാനമാണ്. ആദ്യമായി ബാങ്ക് വിളിക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഏൽപ്പിക്കപ്പെട്ടു. ഖുറൈശി നേതാക്കന്മാർ ഉള്ള അവസ്ഥയിൽ തന്നെ ബിലാലിനെ ക്ഷണിക്കപ്പെട്ടു. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അബൂബക്കർ നമ്മുടെ സയ്യിദാണ്, അദ്ദേഹം മോചിപ്പിച്ച അടിമയായ ബിലാലും സയ്യിദുന നമ്മുടെ നേതാവാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സമീപത്ത് ഖുറൈശി പ്രമാണികൾ കടന്നു വന്നു. അദ്ദേഹത്തെ അവരെ ചേർത്തിരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഇവരെ പുറകിലേക്ക് മാറ്റി ബിലാലിനെ അടുത്തിരുത്തി. അടിമയായിരുന്ന വിരൂപനായിരുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമാണ്. ഒരു ഗോത്ര മഹിമയുമില്ല. പക്ഷേ ഖുറൈശി ഗോത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സമ്പന്നനായ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തന്റെ സഹോദരിയെ ബിലാൽ എന്ന കറുത്ത മനുഷ്യന് വിവാഹം കഴിച്ചു കൊടുക്കുകയുണ്ടായി. അല്ലാഹു ഒരാൾക്ക് ഇസ്സത്ത് നൽകാൻ ഉദ്ദേശിച്ചാൽ എല്ലാ വൈകല്യം ഉള്ളതോടൊപ്പം ഒരു സാഹചര്യവും ഒന്നുമില്ലാതെ, ഭൗതികമായി ഒന്നുമില്ലാതെ അല്ലാഹു ഇസ്സത്ത് നൽകും. ഇസ്സത്ത് ജനങ്ങൾക്കിടയിൽ അന്തസ് ആഗ്രഹിക്കുന്നവർ
അത് നേടേണ്ടത് അല്ലാഹുവിൽ നിന്നാണ്. മൻ കാന യുരീദുൽ ഇസ്സത, ആരെങ്കിലും ഇസ്സത്തിനെ ആഗ്രഹിക്കുന്നെങ്കിൽ ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളി, അല്ലാഹുവിന് മാത്രമേ അന്തസ്സും മഹത്വവും ആദരവും ലഭിക്കുകയുള്ളൂ. വേറൊരു വഴിയുമില്ല. അല്ലാഹുവിൽ നിന്ന് ഇസ്സത്ത് ലഭിക്കാനുള്ള വഴിയെന്താണ്? ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹി എഴുതി, മൻ കാന യുഹിബ്ബുൽ ഇസ്സത ഫിദ് ദുനിയ വൽ ആഖിറ ഫൽയൽസം തഅത്തുല്ലാഹ്, അവൻ അല്ലാഹുവിന്റെ ഇതാഅത്തിനെ മുറുകെ പിടിച്ചുകൊള്ളു. ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവർ ചെയ്യേണ്ടത് വലിയ വലിയ വീടുകൾ ഉണ്ടാക്കി ഉയർന്ന തരം വാഹനങ്ങളിൽ ഉയർന്ന വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ ഇസ്സത്ത് ലഭിക്കാൻ പോകുന്നില്ല. അവൻ ചെയ്യേണ്ട മാർഗം ഇതാണ്, അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചു. ഹദീസിൽ അല്ലാഹു പറയുന്നു, അനൽ അസീസ് മൻ അറാദ അൽ ഇസ്സ ഫൽയുതിഇ അൽ അസീസ്, ഞാനാണ് എല്ലാ ഇസ്സത്തിന്റെ ഉടമ. ആരെങ്കിലും പ്രതാപത്തെ, അന്തസ്സിനെ, ബഹുമാനത്തെ ആഗ്രഹിക്കുന്നെങ്കിൽ അസീസായ അല്ലാഹുവിനെ അനുസരിച്ചുകൊള്ളി, അല്ലാഹുവിനെ അനുസരിച്ചുകൊള്ളി, അല്ലാഹുവിന്റെ ദീനിനെ ജീവിതത്തിൽ കൊണ്ടുവരും. അല്ലാഹു തആല ഇസ്സത്ത് നൽകും. ഹസൻ റഹിമഹുല്ലാഹി അടുക്കൽ വന്നു, ഞാൻ യാത്ര പോവുകയാണ്, എനിക്ക് യാത്രയിൽ കൊണ്ടുപോകാൻ പറ്റിയ ഉപദേശം, ഒരു വസിയത്ത് നൽകി. എവിടെ പോയാലും അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് നീ ഇസ്സത്ത് നൽകണം, അല്ലാഹുവിന്റെ കൽപ്പനകളെ ബഹുമാനിക്കണം. എന്നാൽ അല്ലാഹു നിന്നെ ആദരിക്കുന്നതാണ്, ജനങ്ങൾക്കിടയിൽ അല്ലാഹു നിനക്ക് അന്തസ്സ് നൽകുന്നതാണ്. നീ എവിടെയാണെങ്കിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ നീ ബഹുമാനിച്ചാൽ, നീ ആദരിച്ചാൽ, ജനങ്ങൾ നിന്നെ ആദരിക്കും, നിന്നെ ബഹുമാനിക്കും, ജനങ്ങൾക്കിടയിൽ നിനക്ക് സ്ഥാനമുണ്ടാകും. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്തസ്സ് നേടാൻ വേണ്ടിയും ദുനിയാവിലെ വസ്തുക്കളുടെ പുറകിൽ പോയി പരിശ്രമിക്കേണ്ടതില്ല. മൻ അറാദ അൽ ഇസ്സ ബിലാ അശീറത്തിൻ വഹൈബതൻ ബിലാ സുൽത്താനിൻ വഗിനം ബിലാ മാലിൻ, ഒരു കുടുംബ മഹിമയൊന്നുമില്ലാതെ ജനങ്ങൾക്കിടയിൽ ഇസ്സത്തിനെ നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഫൽയഖ്റുജ് മിൻ ദുല്ലി മഅസിയത്തില്ലാഹി ഇലാ ഇസ്സി താഅത്തില്ലാഹ്, ഈ കുടുംബ മഹിമയോ വലിയ സാമ്പത്തിക ശക്തിയോ വലിയ വലിയ വാഹനങ്ങളോ വലിയ വലിയ ഏർപ്പാടുകളോ ഇല്ലാതെ മനുഷ്യർക്കിടയിൽ ഇസ്സത്തോടെ ജീവിക്കാൻ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഫൽയഖ്റുജ് മിൻ ദുല്ലി മഅസിയത്തില്ലാഹി ഇലാ ഇസ്സി താഅത്തില്ലാഹ്, പാപത്തിന്റെ നിന്ദയിൽ നിന്നും മാറി അല്ലാഹുവിന്റെ ദീനിലേക്ക്, ഇതാഅത്തിലേക്ക് വരി. അല്ലാഹു ഇതൊന്നുമില്ലാതെ നിങ്ങൾക്ക് ഇസ്സത്ത് നൽകുന്നതാണ്. സഹാബത്തിന്റെ ജീവിതത്തിൽ അവർ ഒന്നുമില്ലാതെ മനുഷ്യർക്കിടയിൽ വലിയ അന്തസ്സോടെ ജീവിച്ചത് സഹാബാക്കൾ ഈ കാര്യത്തിൽ 100% ഉറപ്പുള്ളവരായിരുന്നു. നമ്മുടെ ഇസ്സത്ത്, നമ്മുടെ അന്തസ്സ് ഇത് അല്ലാഹു വച്ചിരിക്കുന്നത് ഇസ്ലാമിലാണ്, ദീനിലാണ്. ഉമർ റളിയല്ലാഹു തആല ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോൽ വാങ്ങിക്കാൻ വേണ്ടി യാത്ര ചെയ്യുമ്പോൾ അവരെ സത്യത്തെ സ്വീകരിക്കാൻ വേണ്ടി അവിടുത്തെ ആളുകൾ, ക്രിസ്ത്യാനികൾ വളരെ ഏർപ്പാടുകൾ ചെയ്ത് പരവതാനി വിരിച്ച് വലിയ വലിയ സൗകര്യത്തിൽ അദ്ദേഹത്തെ കാത്തു നിൽക്കുക. മുസ്ലിങ്ങളുടെ ഖലീഫ ഇതാ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരുന്നു, സ്വീകരിക്കാൻ വലിയ ഏർപ്പാടുകൾ ചെയ്ത് നിൽക്കുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നത് 24 കഷ്ണം വെച്ച് തയ്ച്ച ഒരു വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. തന്റെ വസ്ത്രത്തിൽ 24 കഷ്ണം തുണി വെച്ച് തയ്ച്ചിരിക്കുക. സഹാബി കൂട്ടുകാരെ സഹാബി എന്ന് പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ട് ചെന്നാൽ ജനങ്ങളെന്ന് വിചാരിക്കും, ഈ വസ്ത്രമെല്ലാം ധരിച്ച് അവരുടെ അടുക്കലേക്ക് പോയാൽ വലിയ പ്രമാണികളും വലിയ സമ്പന്നരും വലിയ വലിയ ആളുകളും ഖലീഫയെ കാത്തു നിൽക്കുന്നു. താങ്കൾ ഈ അവസ്ഥയിൽ ചെന്നാൽ താങ്കൾക്ക് നമുക്കൊരു മുസ്ലിമുകൾക്ക് നിന്ദിതയല്ലേ, നിസ്സാരമായി കാണിക്കും. റളിയല്ലാഹു തആല ആ സഹാബിയോടും ഖിയാമത്ത് നാൾ വരെ ഒരാളുടെ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഇസ്സത്ത് അത് തേടേണ്ടത് ബാഹ്യമായ വസ്തുക്കളില്ല. നല്ല വസ്ത്രം ധരിച്ചതിന്റെ പേരിലോ, നല്ല വാഹനത്തിൽ യാത്ര ചെയ്തതിന്റെ പേരിലോ, നല്ല നല്ല വീടുകൾ ഉണ്ടാക്കിയതിന്റെ പേരിലോ മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും ഇസ്സത്ത് ലഭിക്കാൻ പോകുന്നില്ല. മുസ്ലിം ഉമ്മത്തിന്റെ ഇസ്സത്ത് എവിടെയാണ്? അദ്ദേഹം പറഞ്ഞു, ഇന്നാ കുന്നാ അദല്ലന്നാസ്, നാം ജനങ്ങൾ നിന്ദ്യരായിരുന്നു. നമ്മുടെ അറബികൾ ആരും തിരിഞ്ഞു നോക്കാത്ത നിന്ദ്യരായ സമൂഹമായി. ഫഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം, നമുക്ക് ഇസ്സത്ത്, ഈ ബഹുമാനം ഇതെല്ലാം ബിൽ ഇസ്ലാം, അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാം എന്ന നിഅമത്തുള്ളതിന്റെ പേരിലാണ്. എന്നിട്ട് അദ്ദേഹം ഇതുകൂടി പറഞ്ഞു, നാം മുസ്ലിമീങ്ങളെ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചു വെച്ചുകൊള്ളി, ഫമഹ്മാ നത്ലുബുൽ ഇസ്സ
ബിഗൈരി മാ അൻസലല്ലാഹ് ഫഅദല്ലല്ലാഹ്. മുസ്ലിമീങ്ങൾ അവരുടെ ഇസ്സത്തിന്റെ അടിസ്ഥാന കാരണമായ ഇസ്ലാമിനെ വിട്ടിട്ട് മറ്റൊരു മാർഗം ബാഹ്യമായ കാര്യങ്ങളുടെ പുറകിൽ നമുക്ക് ജനങ്ങൾക്കിടയിൽ അന്തസ് നേടാമെന്ന് വിചാരിച്ചു പോയാൽ ഉമർ റളിയല്ലാഹു തആല ഈ ഉമ്മത്തിലെ മുൽഹിമ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തെറ്റിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു ഫഅദല്ലല്ലാഹ്, മനസ്സിലാക്കിക്കൊള്ളി, അല്ലാഹ് തന്നെ നിങ്ങൾ നിന്ദിരാണ്, അല്ലാഹ് നിങ്ങൾ നിന്ദിരാണ്. അതുമായി ഇന്ന് മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന മുഴുവൻ പ്രശ്നത്തിന്റെയും നിന്ദയുടെയും അടിസ്ഥാന കാരണം നമ്മുടെ ഇസ്സത്തിന്റെ അടിസ്ഥാന കാരണമായ ഇസ്ലാമിനെ, ഇസ്ലാമാകുന്ന വസ്ത്രത്തെ നമ്മൾ ഊരി. ഒരു ഫംഗ്ഷൻ വന്നാൽ, ഒരു വിവാഹം വന്നാൽ, ഒരു ന്യൂ ഇയർ വന്നാൽ, ഒരു ആഘോഷം വന്നാൽ, ഒരു കളി വന്നാൽ, ഇങ്ങനെ ജീവിതത്തിലെ പല രേഖകൾ വരുമ്പോൾ നാം ഇസ്ലാമാകുന്ന ഈ ഇസ്സത്തിന്റെ വസ്ത്രം ഊരി മാറ്റിയപ്പോൾ അല്ലാഹ് തന്നെ നിന്ദിലായിക്കൊണ്ടിരിക്കും. നാം മറ്റുള്ള മതത്തിന്റെയും മറ്റുള്ള പാർട്ടിന്റെ ആളുകളുമായി തുല്യമാകാൻ വേണ്ടി പരിശ്രമത്തിലാണ്. ഇസ്സത്ത് ലഭിക്കാൻ അവരെ പോലെ വിവാഹം, അവരെ പോലെ വാഹനം, അവരെ പോലെ വസ്ത്രം, അവരെ പോലെ നമ്മുടെ ക്യാമ്പസുകൾ, അവരെ പോലെ നമ്മുടെ സ്കൂളുകൾ, ഇങ്ങനെ പരമാവധി ആ മേഖലയിൽ പരിശ്രമിച്ച് ഇസ്സത്തിനെ തേടുകയാണ്. അല്ലാഹുവിന്റെ അടുക്കലാണ് ഇസ്സത്ത്. അല്ലാഹു തീരുമാനിച്ചിരിക്കുന്ന അടിസ്ഥാന മാനദണ്ഡം ഇതാണ്. എപ്പോൾ ഇസ്ലാമാകുന്ന വസ്ത്രത്തെ മുസ്ലിമീങ്ങൾ ഓരോ സന്ദർഭങ്ങളും ഊരാൻ തുടങ്ങിയോ, രാഷ്ട്രീയത്തിന്റെ മറ്റും പേര് പറഞ്ഞ് ഇസ്ലാമാകുന്ന വസ്ത്രം മുസ്ലിമീങ്ങൾ ഊരാൻ തുടങ്ങിയോ, അല്ലാഹു തന്നെ എല്ലാ ഉള്ള അവസരം നിന്നിലായിക്കൊണ്ടിരിക്കുക. അബൂ ലഹബ് വലിയ ഇസ്സത്തുള്ള വ്യക്തിയായിരുന്നു. ആ സമൂഹത്തിൽ വലിയ ഖുറൈശ് കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. അബൂ ലഹബ് എന്ന പേരിന് വച്ചത് സൗന്ദര്യമുള്ളതിന്റെ പേര്. ലഹബ് നല്ല പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമയായി, നല്ല സൗന്ദര്യമുള്ള വ്യക്തി, നല്ല സമ്പത്തുള്ള വ്യക്തി, നല്ല കുടുംബ മഹിമയുള്ള വ്യക്തി, ഖുറൈശികളുടെ നേതാവ്, എല്ലാം കൊണ്ടും. നിബിതങ്ങൾ 2 മക്കളെ ഒരു വീട്ടിലേക്ക് വിവാഹം കഴിക്കണമെങ്കിൽ സാധാരണ വ്യക്തിയാവും. നിബിതങ്ങൾ 2 മക്കളെ, പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുത്തത് അബൂ ലഹബിന് 2 പെൺമക്കൾക്കാണ്. സാധാരണ വ്യക്തിയാണെങ്കിൽ നിബിതങ്ങളെ പോലെ വ്യക്തി 2 പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കും. അത്രയും സ്ഥാനവും മഹിമയുമുള്ള അബൂ ലഹബ് അള്ളാഹുവിന്റെ ദീനിനെ വിലമതിക്കാതായപ്പോൾ അള്ളാഹ് നിന്ദ്യമാക്കി. ഏതവസ്ഥയിൽ രോഗം പിടിച്ച് ദുർഗന്ധം ശരീരത്തിൽ വമിക്കാൻ തുടങ്ങി. സ്വന്തം മക്കൾ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിലേക്ക് മരണപ്പെട്ട. ആ രോഗത്തിൽ മരണപ്പെട്ട് 3 ദിവസമായിട്ട് കബറടക്കുന്നില്ല, കുഴിച്ചിടുന്നില്ല, ദുർഗന്ധം കാരണം ആരും അടുക്കുന്നില്ല. ജനങ്ങൾ ഒന്ന് കളിയാക്കാൻ തുടങ്ങി. മക്കളെ നാണമാകുന്നില്ലേ സ്വന്തം വാപ്പി അവസ്ഥ ഇട്ടാൽ. അങ്ങനെ ഒരു ദൂരെ നിന്ന് കുളിപ്പിക്കുകയും ഒരു മലയുടെ മുകളിൽ കയറി താഴേക്കിടുകയും എന്നിട്ട് മുകളിൽ നിന്ന് മണ്ണിട്ട് മൂടുകയും അടുക്കാത്ത അവസ്ഥ. നിന്യമായി വിനോദ യാത്ര പോയി. അള്ളാഹുവിന്റെ ദീനിനെ കളിയാക്കി, അള്ളാഹുവിന്റെ ഹബീബിനെ കളിയാക്കി, തമാശയാക്കി. ഒരുമാതിരി ഇന്ന് നാം ചിന്തിച്ചു നോക്കി നമ്മുടെ അവസ്ഥയില്ല. ഒരാഘോഷം വന്നാൽ ദീനിന്റെ വിധിവിലക്കുകൾ നമുക്ക് പുച്ഛിക്കുകയാണ്, നാം തള്ളിക്കളയുകയാണ്. ഈ അവസ്ഥയിൽ അള്ളാഹു നമ്മുടെ ഇസ്സത്തിലാക്കണം. അവിടെ ഹസൻ ബസറി റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, നിങ്ങൾ വലിയ ഉയർന്ന കുതിരകൾ യാത്ര ചെയ്താലും വലിയ സമ്പത്തുകൾ കൂട്ടിവെച്ചാലും പാപിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ ആ പാപത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന നിന്ദിത അത് നിങ്ങളുടെ കഴുത്തിൽ തന്നെ ഉണ്ടാകും. നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ വാഹനം, നിങ്ങളുടെ വീട് അത് എത്ര ഉയർന്നതായാലും കഴുത്തിൽ ബന്ധിച്ചിരിക്കുന്ന നിന്ദിത ഒരിക്കലും ഊരിപ്പോകുകയില്ല. അല്ലാഹു ആരെയും നിന്ദ്യമാക്കിയാൽ അവനെ ആദരിക്കാൻ ലോകത്താരും ഉണ്ടാവുകയില്ല. എല്ലാ വസ്തുക്കളും നിന്ദ്യമാക്കും. അല്ലാഹു ഒരാളെ നിന്ദ്യനാക്കാൻ ഉദ്ദേശിച്ചാൽ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും മുഴുവൻ മനുഷ്യരും അവനെ നിന്ദ്യമായി കാണുന്നു. ഉറപ്പായ കാര്യമാണ്. അല്ലാഹു ആരെങ്കിലും ശത്രുത വെച്ചാൽ പിന്നെ അവനെ ഇസ്സത്തിലാക്കാൻ ലോകത്താർക്കും സാധിക്കില്ല. ഒരാൾ അല്ലാഹുവിന്റെ ശത്രുവായി ജീവിച്ചാൽ ഉള്ള എല്ലാ തിന്മക്കും തേക്കൂത്തിനും തോന്നിവാസത്തിനും തുള്ളാനും ആടാനും മ്യൂസിക്കിന്റെയും ഹറാമിന്റെയും അടിമയായി ഉമ്മത്ത് ജീവിക്കുമ്പോൾ, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായി ജീവിക്കുമ്പോൾ ഈ ഉമ്മത്തിനെ അള്ളാഹു എങ്ങനെ ഇസ്സത്തിലാക്കാൻ. അതുകൊണ്ട് ഇന്ന് ഈ അവസ്ഥയിൽ നാം ഓരോരുത്തരും വളരെ ഗൗരവത്തിൽ ചിന്തിച്ച് നാം ഉടനെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ട സമയമാണ്.
നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ കൈവിട്ട് കളഞ്ഞാൽ സല്ലല്ലാഹു അലൈക്കും സുല്ല, ദീനിനെ നിങ്ങൾ കൈവിട്ടാൽ നിങ്ങളുടെ മേൽ നിന്നതെ അല്ലാഹു അടിച്ചേൽപ്പിക്കും. ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് കടന്നു പോകുമ്പോൾ ഇത് ഞങ്ങൾ വീണ്ടും പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ദീനിനെ മാറാനുള്ള വഴി ഹത്താ തർജിഉ ഇലാ ദീനിക്കും, ഹത്താ തർജിഉ ഇലാ ദീനിക്കും, നിങ്ങൾ ദീനിലേക്ക് മടങ്ങിയാൽ, ദീനിലേക്ക് മടങ്ങിയാൽ നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന നിന്നതയെ അള്ളാഹു മാറ്റുകയും നിങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകുകയും ചെയ്യും. നമ്മൾ ഓരോരുത്തരും ഉണർന്ന് ഓരോ മുസ്ലിമിനെ കൈപിടിച്ച് പറയണം, നിന്റെ ഇസ്സത്ത് ഇസ്ലാമിലാണ്. നീ ഇസ്ലാമാകുന്ന ദീനിനെ കൈവിട്ടാൽ നിന്നെ അള്ളാഹു നിന്ദ്യമാക്കുമെന്ന് ഒന്ന് സ്വന്തം നഫ്സിനോട് പറയണം. ഓരോ നമ്മുടെ വീട്ടിലെ നമ്മുടെ ആൺമക്കളെ പെൺമക്കളെ കൈപിടിച്ച് പറയണം, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഇസ്സത്ത് ഇസ്ലാമിന്റെ പേരിലാണ്. അതിനെ നാം കൈവിട്ടാൽ നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിന്റെ പേരിലോ നമ്മുടെ വിവാഹത്തിന്റെ പേരിലോ നമ്മുടെ കളിയുടെ മറ്റു കാര്യങ്ങളുടെ പേരിലോ ഇസ്ലാമിനെ കൈവിട്ടാൽ അള്ളാഹു നമ്മളെ നിന്ദ്യമാക്കുമെന്ന് നാം നമ്മുടെ വീട്ടിൽ നമ്മുടെ ഭാര്യയോട്, നമ്മുടെ മക്കളോട്, നമ്മുടെ അയൽവാസിയോട്, നമ്മുടെ ഓരോ മുസ്ലിം സഹോദരന്മാരെ കൈപിടിച്ച് നാം പുറത്തിറങ്ങി പറയേണ്ട സമയമായി. ഇനി നാം ഇരിക്കേണ്ട സമയമില്ല. നമ്മുടെ കച്ചവടത്തിലും വീടുകളിലും ഒതുങ്ങിക്കൊണ്ട സമയമില്ല. ഓരോ മുസ്ലിമും പുറത്തിറങ്ങി പരസ്പരം മുസ്ലിമീങ്ങളെ കാട്ടി കാര്യം ഉണർത്തണം. നമുക്ക് അല്ലാഹു ഇസ്സത്ത് നൽകുന്നത് ഇസ്ലാമിലാണ്. നാം ഇസ്ലാമിനെ വിട്ടാൽ അല്ലാഹു നമ്മളെ നിന്ദ്യമാക്കുമെന്ന് ഓരോ മുസ്ലിമിനെ ഉണർത്തേണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇനിയും നാം ഇത് ചെയ്തില്ല എങ്കിൽ, നാം പരസ്പരം ഇത് ഉണർത്തിയില്ല എങ്കിൽ നാം ഇപ്പോൾ ഉള്ളതിനേക്കാൾ വീണ്ടും താഴേക്ക് അധപ്പതിക്കും എന്ന് യാതൊരു സംശയവുമില്ല. അല്ലാഹു ഉണരാനും ദീനിലേക്ക് മടങ്ങുവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.